Welcome to online classes English Grammar Simple Future Tense. We use the supporting verbs will and shall to form simple future tense. We can use will and shall with all subjects, singular subjects and plural subjects. Supporting verbs വില്ലോ ഷാലോ ചേർത്താണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് രൂപീകരിക്കുന്നത്. എല്ലാ സബ്ജക്ട്സിന്റെ കൂടെയും വില്ലും ഷാലും ഉപയോഗിക്കാം. സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ബേസ് വേർബ്. ഐ വിൽ പ്ലേ, വി വിൽ പ്ലേ, യു വിൽ പ്ലേ, ദേ വിൽ പ്ലേ, ഹി വിൽ പ്ലേ, ഷീ വിൽ പ്ലേ. We can use will with all subjects. I, we, you, they, he, she, my brother, my brothers, all subjects. We use simple future tense to tell about future events not within our control. To tell about what we think will happen in the future. When we decide to do something at the time of speaking, to predict future events, to tell decisions, to express willingness or unwillingness, to make offers, to make suggestions for questions, requests, invitations, and to give orders. 1. To tell about future events not within our control. നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത ഭാവി കാര്യങ്ങൾ പറയുവാൻ. റിമ വിൽ ബി 18 നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം റിമയ്ക്ക് 18 ആകും. ഇറ്റ് വിൽ ബി ഓണം ഇൻ എ മന്ത്. അടുത്ത മാസം ഓണമാവും. വി വിൽ നോ അവർ റിസൾട്ട്സ് ഇൻ ജൂൺ. ജൂണിൽ നമുക്ക് നമ്മുടെ റിസൾട്ട്സ് അറിയാം. 2. To tell about what we think will happen in the future. ഭാവിയിൽ സംഭവിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ പറയുവാൻ. We start these sentences with I think, I'm sure, I expect, I believe, probably, etc. I think we will win the match. നമ്മൾ ഈ മാച്ച് വിജയിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. I'm sure അജിത് will get a distinction. അജിതിന് ഡിസ്റ്റിങ്ഷൻ കിട്ടും എന്ന് എനിക്ക് ഉറപ്പാണ്. I'm sure മിയ will pass the exam. മിയ എക്സാം പാസ്സാകും എന്ന് എനിക്ക് ഉറപ്പാണ്. I'm sure we will attend the conference. നമ്മൾ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. I think the exams will start in April. എക്സാംസ് ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. Probably the results will be published next week. മിക്കവാറും അടുത്ത ആഴ്ച റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യും. 3. When we decide to do something at the time of speaking. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നിശ്ചയിക്കുന്ന കാര്യങ്ങൾ പറയുവാൻ. It's raining. I will take an umbrella. മഴ പെയ്യുന്നു, ഞാൻ ഒരു കുട എടുക്കും. He is very busy. Okay, I will wait. അദ്ദേഹം വളരെ ബിസിയാണ്. ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം. 4. To predict future events. ഭാവി കാര്യങ്ങൾ പ്രവചിക്കുവാൻ. It will rain tomorrow. നാളെ മഴ പെയ്യും. കുമാർ will win the election. കുമാർ ഇലക്ഷൻ ജയിക്കും. പ്രിയ will pass the exam. പ്രിയ എക്സാം പാസ്സാകും. 5. To tell decisions. നിശ്ചയങ്ങൾ പറയുവാൻ. I will attend the party. ഞാൻ പാർട്ടി അറ്റൻഡ് ചെയ്യും. I will not go to Chennai. ഞാൻ ചെന്നൈയിലേക്ക് പോകില്ല. I will join the company. ഞാൻ കമ്പനിയിൽ ജോയിൻ ചെയ്യും. I will join the army. ഞാൻ ആർമിയിൽ ജോയിൻ ചെയ്യും. I will stay in my uncle's house. ഞാൻ എൻ്റെ അങ്കിളിൻ്റെ വീട്ടിൽ താമസിക്കും.
I will construct a big house. ഞാൻ ഒരു വലിയ വീട് ഉണ്ടാക്കും. I will buy a car. ഞാൻ ഒരു കാർ വാങ്ങിക്കും. I will not accept any gift. ഞാൻ ഗിഫ്റ്റുകൾ ഒന്നും സ്വീകരിക്കില്ല. I will do that. ഞാൻ അത് ചെയ്യും. I will not do that. ഞാൻ അത് ചെയ്യില്ല. 6. To express willingness or unwillingness. സന്നദ്ധത പ്രകടിപ്പിക്കുവാൻ. I will help others. ഞാൻ മറ്റുള്ളവരെ സഹായിക്കും. I will work for the poor. ഞാൻ സാധുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കും. 7. To make an offer. സഹായം ചെയ്യാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുവാൻ. Shall I carry your bag? ഞാൻ താങ്കളുടെ ബാഗ് എടുക്കാം അഥവാ ഞാൻ താങ്കളുടെ ബാഗ് എടുക്കട്ടെ. Shall I help you? ഞാൻ താങ്കളെ സഹായിക്കാം അഥവാ ഞാൻ താങ്കളെ സഹായിക്കട്ടെ. Shall I accompany you? ഞാൻ താങ്കളുടെ കൂടെ വരാം അഥവാ ഞാൻ താങ്കളുടെ കൂടെ വരട്ടെ. To make suggestions. Shall we have dinner? നമ്മൾക്ക് ഡിന്നർ കഴിക്കാം. Shall we go for a movie? നമ്മൾക്ക് ഒരു സിനിമയ്ക്ക് പോകാം. Shall we play chess? നമ്മൾക്ക് ചെസ് കളിക്കാം. Shall we go to പൊന്മുടി? നമുക്ക് പൊന്മുടിയിലേക്ക് പോകാം. 9. For questions, requests, invitations. ചോദ്യങ്ങൾക്കും അഭ്യർത്ഥനകൾക്കും ക്ഷണങ്ങൾക്കും. What shall I tell Rima? ഞാൻ റിമയോട് എന്തു പറയും? Will you do me a favor? നീ എനിക്ക് ഒരു ഉപകാരം ചെയ്യുമോ? Will you lend me 100 rupees? നീ എനിക്ക് 100 രൂപ കടം തരുമോ? What shall I do now? ഞാൻ ഇപ്പോൾ എന്തു ചെയ്യും? Will you come to the party with me? നീ എൻ്റെ കൂടെ പാർട്ടിക്ക് വരുമോ? Will you come to the program? നീ പ്രോഗ്രാമിന് വരുമോ? 10. To give orders. ഓർഡറുകൾ കൊടുക്കുവാൻ. You will do exactly as I say. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യും. You will not move from here. നീ ഇവിടെ നിന്നും അനങ്ങില്ല. You will go to school today. നീ ഇന്ന് സ്കൂളിൽ പോകും. Going to as future tense. We can use going to tell things we have decided to do. ചെയ്യുവാൻ തീരുമാനിച്ച കാര്യങ്ങൾ പറയുവാൻ going to ഉപയോഗിക്കാം. I am going to resign from the job. I am going to Chennai tomorrow. I am going to buy a bike. I am going to leave the job. He is going to attend the function next week. I am going to join the company next week. I am going to resign next month. Please note that if an action has already been decided, we should use the going to form. We should not use simple future tense in such cases. Simple future tense is used for an instant decision or where no decision has been made. I will resign from the job. I will buy a car. He will go to the US. He will be 35 next year. It will be Diwali next week. The results will be published in May. We will know our exam results in May. We can also use the going to form to tell something is likely to happen based on the present. There are dark clouds in the sky. It is going to rain. The boat is full of water. It is going to sink. Going to can be used to express actions that are on the point of happening. The train is going to leave. The cracker is going to burst. The program is going to start now. The meeting is going to begin now. The match is going to start immediately. The function is going to get over in a few minutes. The party is going to end soon. The match is going to be over by 5 p.m. The exam is going to start immediately. The puja is going to start soon. About to
as future tense. About to can be used for the immediate future. The train is about to leave. The cracker is about to explode. We are about to have lunch. The ceremony is about to start. The function is about to end. The program is about to start now. The meeting is about to begin now. The match is about to start. The function is about to get over. The party is about to end. The match is about to start. The exam is about to start. The puja is about to start. We were about to close the shop when you came. I was about to finish the class when the bell rang. About to is used to express events which are likely to happen immediately. Therefore, there is no need to indicate the time. Is to as future tense. We use is to talk about official plans and arrangements. Meeting is to take place in the evening. The Prime Minister is to visit the UK next month. The conference is to discuss globalization. The meeting is to review the impact of the agreement. The workshop is to explain the concept of the grading system. The President is to inaugurate the festival on 4th April. The meeting will begin at 5 p.m. The meeting is to begin at 5 p.m. You must return the book to the library. You are to return the book to the library. Simple present as future. The school reopens on 6th June. The train leaves at 8:15 a.m. The bus starts at 10 p.m. The college begins on 6th July. The exam ends on 25th March. Present continuous tense as future. I am going to Chennai next week. My uncle is arriving today. We are having dinner in a hotel tonight. He is going to Chennai tomorrow. She is joining the company next month. Thanks very much for watching. If you like this video, please like, share and subscribe to my channel. For more similar videos, please visit my YouTube channel Chandran Chirath 5709. PDF files of these lessons are available in the folder Grammar Malayalam. The link has been given in the description box below. I have created a WhatsApp group, English Club, to clarify doubts. To join the group, you may message your number and name to 9400184031. Thank you.